മനസ്സിലാക്കിക്കേ, എന്തുകൊണ്ടാ ദൈവം നമ്മളെ രക്ഷിക്കുന്നില്ലാത്തത്? എന്തുകൊണ്ടാ ദൈവത്തിന്റെ രക്ഷ നമുക്ക് കിട്ടുന്നില്ലാത്തത്? അപ്പൊ ഈശോ നൽകുന്ന രക്ഷ ആവശ്യമുണ്ടോ? നിന്റെ ജീവിതത്തിലെ കെട്ട അരിയണമോ? ഇതാണ് ചെയ്യേണ്ട കാര്യം. ഓശാന എന്ന വിളിയുടെ അർത്ഥം രക്ഷിക്കണേ എന്നാണ്. ഈശോയോട് ഇത് വിളിച്ചു പറയാൻ കാരണം, ഈ മരിച്ച് 4 ദിവസം ചീഞ്ഞഴിഞ്ഞ ആളിനെ പോലും ഒറ്റ വാക്കുകൊണ്ട് പുറത്ത് എണീപ്പിച്ച് ആ മനുഷ്യൻ നടക്കുന്ന കണ്ടുവരും. അങ്ങനെ കഴിവുള്ള ഈ ഈശോ ഒന്ന് മനസ്സ് വെച്ചാലും ഈ പീലാത്തോസിനെ ഒറ്റ വാക്കുകൊണ്ട് മണ്ണടിയെ കൊണ്ട് ആക്കാൻ പറ്റും. നിൽക്കുന്ന ആളെ അരിഞ്ഞ് കറക്കകത്ത് കയറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സീസറോ ആരാണ് എന്താ, ഈ ഗുരു ഒന്ന് മനസ്സ് വെച്ച വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയുള്ള ഗുരു ഇപ്പൊ ഇത് ആൾക്കൂട്ടത്തിന് നടുവിൽ ആവേശം, ജെറുസലേമിലേക്ക് വരിക. കൊള്ളാം. അപ്പം ആവേശം കൊണ്ടാ ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക, ഓശാന ഓശാന ഓശാന, ഇതാണ് ആ വിളി. ഈശോ മുഴുവൻ കേൾക്കുകയാണ്. പക്ഷേ വരുന്ന നമുക്കറിയാം, വന്ന് കയറുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച എന്താണ്? നഗരത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഈശോ എങ്ങോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചത്? പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക്. അങ്ങോട്ട് ചെല്ലാമെങ്കിൽ എത്ര പടന്മാരുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രോ ആൾക്കൂട്ടമല്ലേ, കയറി ശരിയാക്കാൻ പറ്റും. അപ്പൊ അവിടെ ആ സിംഹാസനത്തിൽ ഈശോയെ കയറ്റിയിരുത്താം. ഇതെല്ലാം ആൾക്കാർ കണക്കൂടി, യുവദാസന കണക്കൂട്ടൊക്കെ ആയിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഈശോ എന്ന് കയറിയത് എങ്ങോട്ടാണ്? ദേവാലയത്തിലേക്കാണ് കയറിയത്. ദേവാലയത്തിൽ കയറി സംഭവിക്കുന്നത് നമുക്കറിയാം. ദേവാലയത്തിൽ ചെന്ന് കയറിയിട്ട് അവിടെയുള്ള ഈ പ്രാവ് വിൽപ്പനക്കാര്, നാണയമാറ്റക്കാര്, ആടുകളെ വെക്കുന്ന ഇവരെയെല്ലാം അടിച്ചോടിക്കുന്നു, പുറത്താക്കി ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. ഇത്രയോ ആൾക്കൂട്ടമായിട്ടല്ല വന്നിരിക്കുന്നത്, പള്ളി നിറയെ ആൾക്കൂട്ടമാണ്. ഈശോ ഇങ്ങനെ അങ്ങ് ശക്തമായിട്ട് പെരുമാറി. പീലാത്തോസിനെ അടിച്ചോടിക്കുന്നു ഓർത്തിട്ട് ഈശോ കയറിയത് പള്ളിയിലേക്കാണ്. പള്ളിയിലുള്ള കച്ചവടക്കാരെയും വേണ്ടാതീനത്തെ എല്ലാം ഈശോ അടിച്ചോടിച്ചു. ഭയങ്കര നിശബ്ദതയായി. ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ നിശബ്ദത നിൽക്കുമ്പം പിള്ളേർ അവിടെ ഉണ്ട്. 21 നമ്മൾ വായിക്കുന്നുണ്ട്, 12 വാക്യങ്ങളില്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട് കൂട്ടത്തിൽ വന്നിരുന്ന പിള്ളേരാര്? കുട്ടികളാണ്. എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട് കുട്ടികളും ആർത്ത് വിളിക്കാൻ തുടങ്ങി, ഹോസാന. പള്ളിക്കകത്ത് ആ കൂടുതൽ ആൾക്കൂട്ടം കൂടി, കുട്ടികളും മുതിർന്നവരെല്ലാം കൂടെ ഹോസാന പള്ളിക്കകത്ത് വെച്ചോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇവിടെ സംഭവിക്കുന്ന നമുക്കറിയാം, പുരോഹിതന്മാര് വന്നിട്ട് പറയാണ്, ഈ പള്ളിക്കകത്ത് ഒച്ച വെക്കരുതെന്ന് പറ. നീ കേട്ടില്ല, നീ അല്ലേ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത്? ഈ പള്ളിക്കകത്താണ് ഇങ്ങനെ പോകുന്നത്, ഒച്ച വെക്കുന്നത്, മിണ്ടാതിരിക്കാൻ പറ. പള്ളി അങ്ങനെ ഒച്ച വെക്കാനുള്ള സ്ഥലമല്ല. അങ്ങനെ പറയുമ്പോൾ ഈശ്വരൻ മറുപടി എന്താണ്? നിങ്ങൾ ഒച്ച കുറച്ചേ എന്നുള്ളതല്ല. ഓർമ്മിക്കണം, അതുവരെ ഇവിടെ കാളയുടെ, ആടിന്റെയും പ്രാവിന്റെയും നാണയമാറ്റത്തിന്റെ ഒച്ചയായിരുന്നു. ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് സ്തുതിപ്പിന്റെ ഒച്ച വന്നപ്പോഴത്തേക്കും ഈ പുരോഹിതന്മാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരെ ഈശോ പരാതി പറയുകയാണ്. അപ്പൊ ഈശ്വരൻ മറുപടി നമുക്കറിയാമല്ലോ. ഈശോ പറയാം, ഞാൻ കേൾക്കുന്നുണ്ട്, ഉവ്വ്. എന്നിട്ടൊരു വചനം തിരിച്ചു പറയുകയാണ്. ഏതാണ് ആ വചനം? വചനം എന്താണ്? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി. നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? ശിശുക്കളുടെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങള്, കുട്ടികള് ഉൾപ്പെടെ അധരങ്ങളിൽ സ്തുതി ഒരുക്കി. നിങ്ങൾ വായിച്ചിട്ടില്ലേ? എവിടെ വായിച്ചിട്ടില്ലേ? പത്രത്തിലാണോ? പിന്നെ എവിടെയാണ്? തിരുവചനത്തില്. തിരുവചനം എവിടെയാണ് പറയുന്നത്? സങ്കീർത്തനം. ഏത് സങ്കീർത്തനം? 8-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ് ഈശോ ഉദ്ധരിക്കുന്നത്. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? വചനപാട് നോക്കി കാണാൻ പറ്റും. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടി. അതിന്റെ അടിക്കുറിപ്പ് പീവസുമേൽ കൊടുത്തിട്ടുണ്ട്. കോട്ട കെട്ടി സ്തുതി സജ്ജമാക്കി. ആ കോട്ട കെട്ടി എന്നും പറയാം, സ്തുതി സജ്ജമാക്കി എന്നും പറയാം. ഒരു പാരലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് വചനം. അപ്പൊ ശരിക്കും വചനം പറയുന്നത് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അധരങ്ങളിൽ കൊണ്ട് കോട്ട കെട്ടിയെന്നാണ്. ഈശോ ഉദ്ധരിച്ചപ്പോ കോട്ട കെട്ടി എന്നുള്ള വാക്കല്ല, സ്തുതി ഒരുക്കി എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ആൾക്കാർ സ്തുതിക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഈ സ്തുതിപ്പിന്റെ കോട്ട കെട്ടുന്നത്? ശത്രുക്കളെയും രക്തദാഹികളെ നിശബ്ദരാക്കാൻ. ശത്രുക്കൾ ആരാണ്? അന്ന് അവർ ചിന്തിക്കുമ്പോ റോമാക്കാര്. പീലാത്തോസ് വാളിനിരയാക്കി ബലിയർപ്പിക്കാൻ വന്നവരെ പോലും രക്തം ചൊരിയുന്നു. അങ്ങനെയുള്ള ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കണേ, ഹോസാന ഹോസാന, രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ശത്രു ഈ പീലാത്തോസും സീസറും ഒന്നുമല്ല. ശത്രുത കാണിക്കുന്നുണ്ട് അവർ. അതിനേക്കാൾ വലിയ ശത്രുവുണ്ട്. ആ ശത്രു സാത്താനാണ്, പിശാചാണ്. ശത്രുവായ സാത്താന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്ന രക്ഷകനാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം?
ഈശോട് കാണിച്ചു കൊടുക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താണ്? ഈ വേണ്ടാധീനങ്ങളെല്ലാം ഒഴിവാക്കണം. വേണ്ടാധീനങ്ങളെല്ലാം ഒഴിവാക്കണം. ഈ ദേവാലയത്തിലെ കച്ചവടങ്ങള്, ക്രയവിക്രയങ്ങള്, അതിൻ്റെ മുറിവെറുപ്പുകള്, ആക്രോശങ്ങള്, കള്ളത്തരങ്ങള്, അങ്ങനെയുള്ള അവസ്ഥയെല്ലാം മാറ്റി ദേവാലയത്തെ വിശുദ്ധീകരിക്കണം. നമുക്കറിയാമല്ലോ, ദേവാലയം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ആ കല്ലും മണ്ണും കൊണ്ടാക്കിയ ആ ഒരു കെട്ടിടം മാത്രമല്ല. വചനം പറയും നമ്മളുടെ ശരീരം ദേവാലയമാണ്. അപ്പൊ അന്ന് അവര് ഹോസാന എന്ന് പറഞ്ഞപ്പം റോമാക്കാരിന്ന് രക്ഷിക്കണേ എന്നർത്ഥം വന്നുള്ളൂ. ഈ ദേവാലയം പ്രാർത്ഥനാലയമാകട്ടെ ഇപ്പൊ ആ കെട്ടിടമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വചനം നമുക്കറിയാം സാർവത്രികമായ വെളിപ്പെടുത്തലാണ് ദൈവത്തിന്റെ. അതുപോലെ ചിന്തിക്കുമ്പം തമ്പുരാൻ നമ്മൾ പറയുന്നത് എന്താ? അവസരത്തിരുന്നാൾ വഴി ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ദൈവത്തിന്റെ പക്കൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ സമർപ്പിച്ച നിയോഗ മേഖലകള് കുറിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് രക്ഷ കിട്ടേണ്ട പല മേഖലകളുണ്ട്. ഭൗതികമായും ആത്മീയമായും കുടുംബപരമായും വ്യക്തിപരമായും എല്ലാം കെട്ടഴിയേണ്ട, രക്ഷപ്പെടാൻ പറ്റാതെ ഞെരുങ്ങി കിടക്കുന്ന പല മേഖലകളുണ്ട്. അപ്പൊ നമ്മൾ സമർപ്പിച്ച ഓരോ കുറിപ്പും വഴിയായിട്ട് നമ്മളും ദൈവത്തോട് ഇപ്പൊ കുർബാനയ്ക്ക് മുമ്പ് ഉയർത്തി സമർപ്പിച്ചപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞത് ഹോസാന 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 എന്നാ പറഞ്ഞത്. എന്താ? ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. സാമ്പത്തിക ബാധ്യത, കുഞ്ഞുങ്ങൾ തലതിരിഞ്ഞു പോകുന്നു, പഠിത്തം ശരിയാകുന്നില്ല, മദ്യപാനം പോകുന്നില്ല, എന്റെ ജീവിതത്തിൽ വല്ലാത്ത വൃത്തികെട്ട ശീലങ്ങൾ കയറി കിടക്കുന്നു, എനിക്ക് എന്നെ നിയന്ത്രിച്ച് വിശുദ്ധി നിൽക്കാൻ പറ്റുന്നില്ല, പാപത്തിൽ പിന്നെ വീണു പോകുന്നു, ഓരോരുത്തർ ഒരുമിച്ച് ദാമ്പത്യം മുന്നോട്ട് പോകുന്നില്ല, ജോലി മുന്നോട്ട് നീങ്ങുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കെട്ടപ്പെട്ട അവസ്ഥയൊന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ എന്നാണ് നമ്മൾ സമർപ്പിച്ച നിയമങ്ങളെല്ലാം കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ഹോസാന തന്നെയാണത്. ഹോസാന തന്നെയാ. അപ്പൊ ഈശ്വര ഉത്തരം എന്താണ്? ഈശ്വര ഉത്തരത്തിന്റെ ഒന്നാമത്തെ ഭാഗം പറയുന്നത് നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചേ, നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചേ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ കച്ചവടങ്ങള്, ആക്രോശങ്ങള്, പിറുപിറുക്കലുകള്, ഇതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് മാറ്റിക്കളഞ്ഞ് ഉള്ളിലുള്ള ഈ മറ്റു ചിന്തകളും സ്വരങ്ങളും എല്ലാം കളഞ്ഞിട്ട് അവിടെ സ്തുതിപ്പ് ഉയരട്ടെ. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥന ഉയരണം. അതിന് പകരം എന്തുമാത്രം പെറുപിറുക്കലുകളാ പറഞ്ഞില്ല. യൂദാസിന്റെ ഉള്ളില് പെറുപിറുക്കലാ, യൂദാസിന്റെ ഉള്ളിൽ പെറുപിറുക്കലാണ്, പെറുപിറുക്കുകയാണ്. പെറുപിറുക്കുക എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തേതാ? സിസ്റ്ററിനറിയാവോ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തേതാ? പെറുപിറുക്കുക. നാലാമത്തെ, അഞ്ചാമത്തെ? അതിനകത്തില്ല. പെറുപിറുക്കാറുണ്ടോ നമ്മൾ ആരെങ്കിലും? പെറുപിറുക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാ അകത്ത്? ആരുടെ പിടുത്തവാ നമ്മൾ കിടക്കുന്നത്? പിശാച് വന്ന് കേറിയിട്ടില്ല, റിമോട്ട് അവൻ്റെ കയ്യിലാണ്. ഈശോ 300 ദിനാറ വിലയുള്ളത് അങ്ങനെ പൊട്ടിച്ചൊഴിക്കാൻ തന്നെ അനുവദിച്ചപ്പം യൂദാസ് പെറുപിറുക്കാൻ പോകരുത്. കണ്ടോ? പെറുപിറുക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എന്തെല്ലാം കാര്യമാണ്. നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പം എത്ര പേരുടെ അഴുക്കുകളാണ് പങ്കുവെക്കുന്നത് അല്ലെ? അഴുക്കുകള്, കുറ്റം പറച്ചിലുകള്, വിമർശനങ്ങള്. ഇന്ന് മീഡിയയിൽ കയറിയാലോ, പത്രത്തിലേക്ക് നോക്കിയാലോ, എന്തുമാത്രം അഴുക്ക് ഇട്ട് അലക്കുകയാണ്. അഴുക്ക്, വിഴുപ്പ് അലക്കാന്ന് പറയില്ലേ, ചെളിക്കകത്ത് കുളിക്കുകയാണ്. മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഉള്ള ചാനലുകൾ, ചർച്ചാ ചാനലുകൾ, അവരിങ്ങനെ ഓരോ ദിവസവും ഇട്ട് ചർച്ച ചെയ്യുന്നത് അഴുക്കുകളുടെ ലോകമാണ്. പ്രത്യേകിച്ച് സന്തോഷവും നന്മയൊന്നും ആരും തന്നെ പറയുന്നില്ല. അഴുക്കുകൾ, അത് നമ്മൾ കണ്ടും കേട്ട് ഇരിക്കുമ്പം നമ്മുടെ ഉള്ളിലും അഴുക്ക് കയറുകയാണ്. അങ്ങനെ അഴുക്ക് കയറുന്ന ഉള്ളത്തില് സ്തുതിപ്പ് ഉയരുകയല്ല, അഴുക്ക് കയറുന്ന ഉള്ളത്തില് സ്തുതിപ്പ് ഉയരുകയല്ല. നമ്മൾ വായിച്ച ഒന്നാമത്തെ വായന ഇന്നത്തെ എഫെസസ് ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തില് നിങ്ങളുടെ ഇടയിൽ അശുദ്ധിയുടെയും വ്യഭിചാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12:36. ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. വ്യർത്ഥവാക്ക് പറയാറുണ്ടോ? കെട്ട വാക്കാരികൾ പറയാറുണ്ടോ? അഴുക്ക് തമാശകൾ പറയാറുണ്ടോ? വളിപ്പുകൾ പറയുന്നുണ്ടോ? ഈ ട്രോളുകൾ എന്നൊക്കെ പറയുന്ന മുഴുവനും വ്യർത്ഥതയല്ലേ? തമാശ ഒന്നും പറയരുതെന്നല്ല, പക്ഷെ സ്നേഹമുള്ളവരെ, വ്യർത്ഥമായ കാര്യങ്ങളല്ലേ അഴുക്കുകൾ പറഞ്ഞ് ആഘോഷിക്കുന്നു. ഒരുപാട് ട്രോളുകൾ അങ്ങനെയല്ലേ, കോമഡികൾ അങ്ങനെയല്ലേ? അത് നമ്മൾ കണ്ടും കേട്ടും ഷെയർ ചെയ്തിരിക്കുമ്പം വ്യർത്ഥമായ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഈ ദേവാലയത്തിന്റെ അകത്തളത്തെ എന്തുമാത്രം അഴുക്കാക്കുന്നുണ്ട് മനസ്സിലാക്കിക്കേ. എന്തുകൊണ്ടാ ദൈവം നമ്മളെ രക്ഷിക്കുന്നില്ലാത്തത്?
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ രക്ഷ നമുക്ക് കിട്ടുന്നില്ലാത്തത്? നമ്മുടെ ഉള്ളിലെ സ്തുതിപ്പ് നന്ദി ഉയരുന്നതിന് പകരം ഇങ്ങനെയുള്ള കാള, ആട്, പ്രാവ് ഇവയുടെ കരച്ചില്, മുറുമുറുപ്പ്, കച്ചവടം, നാണയത്തിന്റെ കിലികിലാരവം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കയറിക്കിടക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കയറിക്കിടക്കുന്നിടത്ത് സ്തുതിപ്പ് പൊങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഈശോ നൽകുന്ന രക്ഷ ആവശ്യമുണ്ടോ? നിന്റെ ജീവിതത്തിലെ കെട്ടഴിയണമോ? ഇതാണ് ചെയ്യേണ്ട കാര്യം. നമ്മൾ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രംഗമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ 6 മാസം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഓരോ മാസം മുന്നോട്ട് വന്നപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പൊ അവര് പലരും ഈ പിള്ളേരോട് പറഞ്ഞു, മാതാവിന്റെ അടുക്കൽ എൻ്റെ വീട്ടിലെ ഇന്ന രോഗം ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് പറയാവോ കൊച്ചേ എന്ന് പറഞ്ഞ് സീതയെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്, ലൂസിയെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അപ്പൊ മാതാവ് പ്രത്യക്ഷപ്പെട്ടെല്ലാം പറഞ്ഞ് മാതാവ് പോകാൻ നേരത്തെ ലൂസിയ പറയും, അമ്മേ അമ്മേ, എൻ്റെ അയലോക്കത്തുള്ള ഇന്ന ചേച്ചി ഇന്ന കാര്യം വീട്ടിലെ ആ മോൻ്റെ ഇന്ന അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് അമ്മയോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാം. അപ്പൊ അമ്മ പറയും, ഇപ്പം മാറ്റുകയല്ല, അവരോട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ. 3 മാസം 6 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിൽ 3 മാസങ്ങളില് ഈ ലൂസ്യ ഇതുപോലെ ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ മാതാവിനോട് പറഞ്ഞപ്പം ചുരുക്കം ചേർത്ത് പറഞ്ഞു, അവർക്ക് സൗഖ്യം കിട്ടും, താമസം വേന, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് അവർ സൗഖ്യത്തിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ 3 മാസത്തെ മാതാവിൻ്റെ മറുപടികളിൽ ഞാൻ അടിവരയിട്ട് വെച്ചിട്ടുണ്ട് പുസ്തകത്തില്. മാതാവ് പറയാണ്, അവർക്കിപ്പോൾ സൗഖ്യം കൊടുക്കാൻ പറ്റത്തില്ല, അവരോട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ, ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ. അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയോ? സ്വർഗത്തിലെ അമ്മ പോയി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ആ ഒരു രോഗം മാറ്റാൻ, ആ വീട്ടിലെ പ്രശ്നം തീർക്കാൻ ഇപ്പൊ എനിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റം വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകൾ നമ്മൾ തിരിച്ചറിയുന്ന സ്നേഹമുള്ളവരെ, ജെറുസലേം ദേവാലയത്തിലുണ്ടാകുന്ന കച്ചവടം കാര്യങ്ങളെല്ലാം ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ബലിയർപ്പണത്തിന്റെയും ഭാഗമാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഈശോ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും, ഇത് പ്രാർത്ഥന ഉയരേണ്ട സ്ഥലമാണ്, പ്രാർത്ഥന ഉയരണം. രണ്ടാമത്തെ, അപ്പോൾ അത് ക്ലീനിങ്. സ്നേഹമുള്ള, ഇത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കും, നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്, പതിവായിട്ട് നോമ്പ് കാലത്ത് പ്രാവശ്യം കുമ്പസാരിച്ചു, ഇതൊക്കെ ചെയ്യുന്ന ചിന്തിക്കും പോലും. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ വ്യർത്ഥ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ് മോചനം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര പേരെ അങ്ങനെ കുമ്പസാരിച്ചിട്ടുണ്ട്? വ്യർത്ഥമായ വാക്കുകൾ പറഞ്ഞ് ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ അപ്രീതി വരുത്തിയിട്ടുണ്ട്, എൻ്റെ ഉള്ള ഭാഗം ദേവാലയത്തെ അഴുക്കാക്കിയിട്ടുണ്ടെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? പാവമോചനം മേടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനല്ല പറയുന്നത്, ഈശോ പറഞ്ഞിരിക്കുന്നതാണ്, അറിഞ്ഞില്ലെന്ന് പറഞ്ഞേക്കരുത്. വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഈശോ പറയണം, വ്യർത്ഥമായ ഓരോ വാക്കുകളും, ഓരോ ട്രോള് കാണുമ്പോഴും, ആരെങ്കിലും അയച്ചുതരുന്ന ഓരോ കോമഡി സീൻ കാണുമ്പോഴും ഒന്ന് മനസ്സിൽ ഓർത്തോണം, ഈ ദൈവത്തിന് പ്രീതികരമാണോ ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത്? ഓരോ ചർച്ചയ്ക്കകത്ത് കേട്ട് ചെയ്യുക. അത് കൊടുക്കുമ്പം ഈ അഴുക്ക് പറഞ്ഞ് കുറ്റം പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കന്മാരെയും മറ്റുള്ളവരെയും സഭാ നേതാക്കന്മാരെയും ആരെയെങ്കിലും ഒക്കെ ഇങ്ങനെ അഴുക്ക് പറഞ്ഞ് ഇങ്ങനെ ചർച്ച നടത്തിയിരുന്ന് കേട്ട് ആസ്വദിക്കുമ്പം ഓർത്തോണം, ഈ അഴുക്കുകൾ പുറത്തു കൊണ്ടുപോകാതെ, ഈ വെടുപ്പറക്കലിന്റെ മേശകൾ തട്ടിമറിച്ച് പുറത്ത് കളയാതെ രക്ഷയില്ല, ഓശാനിക്ക് ഉത്തരവില്ല. നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഒരു തമ്പുരാന്റെ കണ്ണുകൊണ്ട് കാണണം. അപ്പസ്തലൻ പറഞ്ഞ കണ്ടില്ലേ, വ്യഭിചാരത്തിന്റെ അശുദ്ധിയുടെയും ആസക്തിയുടെയും പേര് പോലും കേൾക്കരുത്, പേര് പോലും പത്രം വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യം നടക്കുന്നത്, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പൊക്കോ, ലോകം എങ്ങനെ പോകും നമ്മൾ അറിഞ്ഞിരിക്കണം, അത് മാത്രം. ജസ്റ്റ് അതിനപ്പുറം ആർത്തി പിടിച്ച് ഈ വ്യഭിചാരങ്ങൾ, കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടു പോകലുകൾ, ദാമ്പത്യ അവിശ്വ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വായിച്ച് ഓർത്ത് ചിത്രങ്ങളെല്ലാം കണ്ട് ആർത്തിയോടെ അതിന്റെ പുറകെ പോകുമ്പോൾ സ്നേഹമുള്ളവരെ കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈശോ പഠിപ്പിക്കുകയാണ്. അവിടെ ദേവാലയം ശുദ്ധീകരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥന, സ്തുതിപ്പ് ഉയരണം. പ്രാർത്ഥനാലയം, അത് സ്തുതിപ്പ്, ശക്തമായ സ്തുതിപ്പ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കുന്ന കോട്ട കെട്ടുന്ന അനുഭവമാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ശീലം. ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് പോയ അനേകരെ കൂട്ടത്തിലുണ്ട്. ധ്യാനത്തിന് ശക്തമായിട്ട് അതിനെ ബോധ്യമെടുത്തൊരു കാര്യമാണ് സ്തുതിപ്പ് പ്രാർത്ഥന. 1/2 മണിക്കൂർ എങ്കിലും ഡെയിലി ഇരുന്ന് സ്തുതിക്കണമെന്ന് തീരുമാനമെടുത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്തുതിപ്പിന്റെ ആ ഒരു വചനബോധ്യം എന്തുമാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ട്. ഇപ്പം ആത്മശോധന ചെയ്തേ, ആത്മശോധന അവർ തമ്പുരാൻ്റെ മുമ്പിൽ നിന്നേ,
ധ്യാനം കൂടിയത് നമ്മുടെ ഇവിടെ ഒരുമിച്ചായിരുന്നു എന്തുമാത്രം സ്തുതിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ കരുത്ത് ബോധ്യപ്പെട്ട് സ്തുതിപ്പിനെ ആയുധമാക്കണം നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് അത് നമ്മൾ എവിടെ കൊണ്ട് കളഞ്ഞു? അതിൽ ആഴപ്പെട്ടു പോകുന്നുണ്ടോ? വല്ലപ്പോഴും പക്ഷെ മുടങ്ങിയിട്ടുണ്ടോ? എങ്കിൽ പോലും അതെന്റെ ഉള്ളിലുണ്ടോ? ഇപ്പോഴും സ്തുതിച്ചാൽ കയറുന്നുണ്ടോ? അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്കെതിരെയുള്ള ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ, കോട്ട കെട്ടി അവരെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. പറയുന്നത് ഈശോയാണ്. യോഗ മേഖലകളില് പൈശാചികമായ സാന്നിധ്യങ്ങളുണ്ടോ? സ്വാധീനങ്ങളുണ്ടോ? ആഭിചാരത്തിന്റെ ഉപദ്രവമുണ്ടോ? അറ്റാക്ക് ഉണ്ടോ? എങ്ങനെ വരുന്നതാകട്ടെ, തലമുറ വഴി, പറമ്പ് വഴി, എങ്ങനെ വരുന്നതാകട്ടെ, അതിനെ എതിരെ കോട്ട കെട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? രണ്ട് കാര്യം ചെയ്തേ പറ്റൂ. അത് ചെയ്യുന്നില്ല എങ്കിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റുകയല്ല. നമ്മൾ പറഞ്ഞില്ലേ, യൂദാസ്കറിയാത്ത ഈശോയുടെ കൂടെ 3 വർഷം തന്നെ അടുത്താരെ നിന്നിട്ട് പോലും സാത്താൻ വന്ന് കയറി. തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ വചന വഴിയിലൂടെ ജീവിതം ക്രമീകരിച്ചു പോകാൻ നമ്മൾ തയ്യാറെടുക്കാതെ ആർക്കും സ്നേഹമുള്ളവരെ നമ്മളെ സംരക്ഷണത്തിൽ കൊണ്ടുപോകാൻ പറ്റുകയാണ്. ഈശോ പറയുന്നറിയാമല്ലോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം നമ്മുടെ ഉള്ളത്തില് പരിശുദ്ധാത്മ സ്ഥാനം നമ്മൾ നിറച്ചെടുക്കാൻ, പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഈ ഇറങ്ങിപ്പോയവൻ വേറെ 7 കൂട്ടിക്കൊണ്ടും തിരിച്ചു കയറും. ഈ അപകടമുണ്ട് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനെന്ന വ്യക്തി എൻ്റെ ഉള്ളത്തെ പ്രാർത്ഥനയുടെ ജ്വലിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുവരാതെ നമുക്ക് സംരക്ഷണം ഇല്ല എന്നുള്ളത് തിരിച്ചറിയണം.